ശലഭം പാർട്ട് 11. നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഭാമ ഗൗരവത്തിൽ പറഞ്ഞു. ഹോ, വന്ന അന്ന് തന്നെ നിനക്കൊക്കെ അഹങ്കാരം അല്ലേ? കാണിച്ചു തരാൻ ഞാൻ രണ്ടുപേർക്കും. അതും പറഞ്ഞ് ഗായത്രി പെട്ടെന്ന് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. നീലി സങ്കടത്തോടെ ഭാമയുടെ അടുത്ത് വന്നിരുന്നു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അവരുടെ ഈ ഒരു സ്വഭാവം കണ്ടില്ലേ നീ? അതെ, നിങ്ങളുടെ ഭാഗം ഒന്ന് കേൾക്കുക പോലും ചെയ്തില്ല. നിങ്ങൾ പേടിക്കണ്ട, അവരുടെ അഹങ്കാരം കണ്ടില്ലേ? ഇങ്ങനൊരു ക്ലാസ് ടീച്ചർ ആണല്ലോ നമുക്ക് കിട്ടിയത്. ഓ, നമ്മുടെ ഈ വർഷം ഗോവിന്ദ. ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം വന്ന് അവരോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു. എല്ലാവരും അവരെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് മറ്റൊരു കുട്ടി കയറി വന്നു. ഈ ക്ലാസ്സിൽ ആരാണ് നീലിമ? അതുപോലെ അവളുടെ കൂടെയുള്ള കുട്ടിയോടും ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. വന്ന ആ പയ്യൻ അത് പറഞ്ഞതും നീലി പേടിയോടെ ഭാമയെ നോക്കി. എന്റെ നീലി, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യവുമില്ല, വാ പോകാം. ഭാമ അത് പറഞ്ഞ് എണീറ്റതും രണ്ടുപേരും കൂടെ എണീറ്റ് ആ പയ്യന്റെ കൂടെ നടന്നു. ഗായത്രി മിസ്സാണല്ലേ നിങ്ങൾക്ക് ഈ പണി തന്നത്? ആ പയ്യൻ അത് ചോദിച്ചതും അതെ, ഭാമയൊന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അത് അവരുടെ സ്ഥിരം സ്വഭാവമാണ്. എനിക്ക് തന്നെ ഒരു പ്രാവശ്യം തർക്കുത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ഓഫീസിൽ എല്ലാവരുടെയും ഇടയിലിട്ട് നാട്ടിച്ചു. ഇപ്പോ നിങ്ങൾ അവിടെ എത്തുമ്പോൾ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചു വരുത്തി നിൽപ്പുണ്ടാവും. എന്നിട്ട് എത്തിയാ തുടങ്ങി പ്രസംഗം. അനുഭവം വെച്ച് ഞാൻ പറയാം. അവർ പറഞ്ഞ് കഴിയുന്നത് വരെ കേട്ടു നിന്നാൽ പ്രശ്നം നിങ്ങളുടെ തലയിലേക്ക് വരും. അവർക്ക് പറയാനുള്ളത് ഒന്നും കേൾക്കേണ്ട, അങ്ങ് പറയണം. ആ പയ്യനത് പറഞ്ഞതു ആ നന്ദി പറഞ്ഞു തന്നതില് ഭാമ ഒരു ആശ്വാസത്തോടെ പറഞ്ഞു. എന്താ നിങ്ങളുമായി പ്രശ്നം? അവൾ നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ആ പയ്യൻ തിരിഞ്ഞ് നീലിയെ നോക്കി. ഓ, കണ്ടാ പറയില്ല. നായം നിങ്ങളുടെ അടുത്താണ്. അവർ ഓരോ ഷോ കാണിക്കാൻ വേണ്ടിയാ ഓഫീസിന്റെ അടുത്തുള്ള ക്ലാസ്സിൽ നിന്നും ഏതെങ്കിലും ഒരു കുട്ടിയെ പറഞ്ഞു വിടും. എന്നിട്ട് നിങ്ങൾ വരുന്നത് വരെ കാത്ത് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ. അവരുടെ ഈ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അധിക കാലം ഇവിടെ കാണില്ല. ഭാമയൊന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതു. ആര്, നിങ്ങളോ അതോ അവരോ? അവരെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല. ആ പ്രിൻസിപ്പൽ മേഡത്തിന്റെ മോളാണ് ഗായത്രി. അതാണ് ഇത്ര അഹങ്കാരം, ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും. എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ ചെല്ല്, അതാണ് ഓഫീസ്. ഞാൻ ക്ലാസ്സിൽ കയറട്ടെ. അതും പറഞ്ഞ് ആ പയ്യൻ പോയതും ഓഫീസിന്റെ അവിടെ എല്ലാ സ്റ്റാഫുകളെയും കണ്ടതും നീലി ഭയന്നു ഭാമയുടെ കൈ പിടിച്ചു. എന്റെ പൊന്നു നീലി, എനിക്കത്ര ധൈര്യമൊന്നുമില്ല. ആ പറയുന്ന വാചകമേ ഉള്ളൂ. നീയും കൂടെ ഇങ്ങനെ കയ്യിൽ ഇറുക്കി പിടിച്ച് പേടിപ്പിക്കാതെടി. ഭാമയുടെ ഭാവം കണ്ടതും നീലിയും ഒന്ന് അയഞ്ഞു പിടിച്ചു. അവർ ഓഫീസിലേക്ക് കയറിയതും സ്റ്റാഫുകളുടെ കൂട്ടത്തിലുള്ള ശ്രീകാന്ത് ഇവരെ കണ്ട് ഒന്ന് ഞെട്ടിയിരുന്നു. വന്നല്ലോ രണ്ടും. അവരെ കണ്ടതും ഗായത്രി ഗൗരവത്തിൽ പറഞ്ഞു. സ്റ്റാഫുകളെല്ലാം അവർക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട് ഭാമക്ക് പേടിയായി തുടങ്ങിയിരുന്നു. കണ്ടോ അവരുടെ നൃത്തം? അധ്യാപകരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവർക്കറിയില്ല. അഹങ്കാരം തലക്ക് മുകളിൽ പാറി കളിക്കുവാ രണ്ടിനും. ഒരു മര്യാദവുമില്ല. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്നോട് തർക്കുത്തരം പറഞ്ഞിരിക്കുന്നു രണ്ടുപേരും. ആര്? ഞങ്ങളോ? ഭാമ ഒരു അത്ഭുതത്തോടെ ചോദിച്ചു. അല്ലടി, ഞാൻ. നിന്റെ അഹങ്കാരം ഇപ്പോ തീർന്നില്ല. കണ്ടില്ലേ അവളുടെ ചോദ്യം? അവർ എല്ലാവരോടുമായി പറഞ്ഞു. അവരുടെ ഈ ഷോ മറ്റു അധ്യാപകർക്ക് അറിയുന്നത് കൊണ്ട് എല്ലാവരും വലിയ മെയിൻ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. ശ്രീകാന്ത് നീലിയുടെ ഭാവം ശ്രദ്ധിക്കുമായിരുന്നു. പേടിച്ചരണ്ട് കണ്ണുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അതിന് ഞാൻ ഭാമ പറയാൻ ശ്രമിച്ചതും ഗായത്രി അത് തടഞ്ഞു. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് കേട്ടില്ലേ? ഒരു അധ്യാപകരോട് അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇപ്പൊ തന്നെ 2 കിട്ടിയാലുള്ളൂ ഇവരെല്ലാം പഠിക്കുക. അവർ വീണ്ടും വിടാതെ സംസാരം തുടർന്നതും ലുക്ക് മിസ് ഗായത്രി. അത് കണ്ട് സഹിക്കിട്ട് അവിടെ ഇരുന്ന ശ്രീകാന്ത് എണീറ്റ് നിന്നുകൊണ്ട് വിളിച്ചതും യെസ്. നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് തെളിയിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ശ്രീരാഗ് ഗൗരവത്തിലായിരുന്നു ചോദിച്ചത്. അത് ഇവർ എന്നോട് അപമര്യാദയായി പെരുമാറി.
രാവിലെ എന്നെ തള്ളിയിട്ടു ഇവൾ. ക്ലാസ്സിൽ ഓരോ നാടകവും. ഇവൾ ഞാനൊരു അധ്യാപികയാണെന്ന മര്യാദ തരാതെ സംസാരിച്ചു. ഗായത്രി ദേഷ്യത്തിൽ പറഞ്ഞു. ആ നിൽക്കുന്ന നീലിമ സംസാരിച്ചോ? ശ്രീകാന്ത് അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല, രാവിലെ തള്ളിയിട്ടു ബാമയാണ് തർക്കുത്തരം പറഞ്ഞത്. ബാമേ, നീ എന്ത് തർക്കുത്തരമാ പറഞ്ഞത്? അവന്റെ ഗൗരവത്തിലുള്ള സംസാരം കേട്ട് ബാമ ഒന്ന് ഞെട്ടി അവനെ നോക്കി. അവനൊന്ന് കണ്ണടിച്ച് കാണിച്ചതും അത് അവൾക്കൊരു അത്ഭുതമായി. രാവിലെ ക്ലാസ് തിരഞ്ഞ് നോക്കി വരുമ്പോൾ ഇവരാണ് എങ്ങോ നോക്കി വന്ന് നീലിയെ തള്ളിയിടുന്നത്. എന്നിട്ട് വായിൽ തോന്നിയതെല്ലാം പറഞ്ഞതും ബാമ അത് പറഞ്ഞതും ഡേ മര്യാദക്ക് വേണം സംസാരിക്കാൻ. ഗായത്രി ദേഷ്യത്ത് പറഞ്ഞതും ഗായത്രി, അവർ പറഞ്ഞു കഴിഞ്ഞില്ല, അവർ പറയട്ടെ. ശ്രീകാന്ത് അത് പറഞ്ഞതും അവർ അത് ഇഷ്ടമാവാതെ മിണ്ടാതെ നിന്നു. പിന്നീട് ക്ലാസ്സിൽ വന്നപ്പോ സംസാരശേഷിയില്ലാത്ത നീലിമയെ ക്ലാസിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി അപമാനിച്ചു. ആര്? ഞാനോ? ഗായത്രി വീണ്ടും ദേഷ്യത്ത് ചോദിച്ചതും ഗായത്രി, അവർ പറഞ്ഞു തീർന്നില്ല. അവൻ ദേഷ്യത്തിലും ശബ്ദത്തിലും പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. പറ ബാമേ. ബാമ ക്ലാസ്സിൽ നടന്നതെല്ലാം അങ്ങ് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പരസ്പരം ഓരോന്ന് പതിയെ പറയാൻ തുടങ്ങി. ഇവരുടെ അഹങ്കാരം കൊണ്ട് ഓരോന്ന് കാണിച്ചിട്ട് ഈ കുട്ടിയുടെ മേലിൽ കുറ്റം ചുമത്തുകയാ. പ്രിൻസിപ്പളാണ് അവളുടെ അമ്മ എന്ന അഹങ്കാരമാണ് അവൾക്ക്. നുണ പറയാനും ഒരു മടിയുമില്ല അവൾക്ക്. ചുറ്റും നിന്ന് ഓരോ പിറുപ്പിറുപ്പുകൾ കേട്ടതും ഗായത്രി ആകെ ചുവന്നു തുടിച്ചു. ശ്രീകാന്ത് കയ്യും കെട്ടി അവരെ ഗൗരവത്തിൽ നോക്കുന്നുണ്ട്. നീ എന്താ ഗായത്രി, ഞങ്ങളെയെല്ലാം പൊട്ടന്മാരാക്കുവാണോ? ശ്രീകാന്ത് ഗൗരവത്തിൽ ചോദിച്ചതും ഇവർ പറഞ്ഞതെല്ലാം നിങ്ങളങ്ങ് വിശ്വസിക്കുവാണോ? ഇവൾക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് അവൾ പറയുകയല്ലേ. നുണയാണോ എന്ന് ആര് കണ്ടു? രണ്ടും പഠിച്ച കള്ളികളാണ്. ഓരോ അടവ്. അല്ലാതെന്താ? ഒന്ന് നീ ദേഷ്യപ്പെട്ടാൽ അവൾ തത്ത പറയുന്ന പോലെ പറയും. ഗായത്രി അല്പം പുച്ഛത്തിലും ഗൗരവത്തിലും പറഞ്ഞതും നോൺസെൻസ്. പൊട്ടത്തരം പറയാതെ ഗായത്രി. ഞാനിവളെ കാണാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവൾ സംസാരിച്ചിട്ടില്ല. എന്നിട്ട് നാടകമോ? തത്ത പറയുന്ന പോലെയല്ല, മനുഷ്യൻ പറയുന്ന പോലെയും അവൾ പറയുകയില്ല. നീ ഒരു അധ്യാപികയാണ് എന്ന മര്യാദ നിനക്കുണ്ടോ? ശ്രീകാന്ത് ഗൗരവത്തിൽ ചോദിച്ചതും സാർ എന്താ പറഞ്ഞു വരുന്നേ? ഈ കുട്ടിയെ സാറിന് അറിയോ? മറ്റൊരു സാർ ചോദിച്ചു. യെസ്, ഷീസ് മൈ ഫ്യൂച്ചർ ബ്രൈഡ്. എൻ്റെ മുറപ്പെണ്ണാണ്. അവന്റെ ആ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. നീലി അത്ഭുതത്തോടെ ആ വാക്കുകൾ കേട്ട് നിന്നു. ഗായത്രിക്ക് അത് കേട്ട് ഞെട്ടലും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. ഹോ, നിന്റെ വൈഫാകാൻ പോകുന്ന കുട്ടിയായിരുന്നോ? നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചോ? അതെ. ആഹാ, എല്ലാവരും പിന്നെ അതിലായിരുന്നു ശ്രദ്ധ. അവളോട് വന്ന് സംസാരിക്കലും എല്ലാമായിരുന്നു. ഗായത്രി അതെല്ലാം ദേഷ്യത്തിൽ നോക്കി നിന്നു, അതൊന്നും ഇഷ്ടമാകാതെ. ഈ ഊമയാണോ നിനക്ക് വധുവായി കിട്ടിയത്? വളരെ മോശമായി. ഒരു കുറവുമില്ലാത്ത നിനക്ക് ഇവളോ? ഒന്നും കണ്ട് നിൽക്കാൻ താല്പര്യമില്ലാതെ ഗായത്രി പുച്ഛത്തോടെ ചോദിച്ചു. ആ ചോദ്യം വന്നതും നീലിയുടെ പുഞ്ചിരി മാഞ്ഞു. ഗായത്രി, ഡോണ്ട് ടേക്ക് വിത്തൗട്ട് സെൻസ്. ഇവൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവളുടേത് ഒരു കുറവായി എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലോ? നീലിമ എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ശ്രീകാന്ത് അംഗീകരിക്കുന്നത്. അവൻ ഗൗരവത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോക്കോളൂ. അത് കേട്ടതും ഇവർ രണ്ടുപേരും പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ശ്രീയേട്ടൻ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ തള്ളക്ക് നല്ല മറുപടിയും കിട്ടി. അതിന് നീലിയൊന്ന് തലയാട്ടി കൊടുത്തു. ക്ലാസ്സിലെത്തിയതും കുട്ടികളെല്ലാം വട്ടം കൂടി എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ബാമ നടന്നതെല്ലാം പറഞ്ഞതും ആഹാ, നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളെ എല്ലാം വിളിക്കില്ലേ? ഇവിടത്തെ സാറാണോ? ഞങ്ങൾക്കും കാണണം. അങ്ങനെ ക്ലാസ്സിലെ കുട്ടികളുടെ സംസാരം നീണ്ടു. അടുത്ത ബെല്ലടിച്ചതും മറ്റൊരു സാറും വന്നു. നീലിയെ കണ്ടപ്പോൾ തന്നെ അവരൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. അതവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് രണ്ടുപേരും ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വരുമ്പോഴാണ് ഗ്രൗണ്ടിൽ വലിയൊരു തല്ല് നടക്കുന്നത്. അത് കണ്ട് കുട്ടികളെല്ലാം അങ്ങോട്ട് ഓടുന്നുണ്ട്. വാ, നമുക്കും പോയി നോക്കാം. ബാമ അത് പറഞ്ഞതും നീലി വേണ്ടെന്ന് തലയാട്ടി.
മോളെ, ഇത് കോളേജാണ്, ഇങ്ങനെ തല്ലെല്ലാം കാണും, ഒന്ന് കാണാം, വാ. ബാമ നീലിയെയും വലിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ആരെല്ലാമോ കൂടി വലിയ തല്ലി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ആളുകളുടെ ഇടയിലൂടെ തള്ളിക്കേറി മുമ്പിലേക്ക് എത്തിയിരുന്നു. അവർ രാവിലെ കണ്ട ആ അശ്വിനും വേറൊരു പയ്യനും വലിയൊരു തല്ല് തന്നെയായിരുന്നു. ഇടയിൽ എപ്പോയോ അശ്വിന് അവന്റെ കൂട്ടുകാരൻ ഒരു കല്ല് വന്ന് നൽകിയതും അത് എതിരെയുള്ള പയ്യന് നേരെ എറിഞ്ഞതും അവൻ മാറി നിന്നതും അത് നേരെ വന്ന് തട്ടിയത് നീലിയുടെ നെറ്റിയിലേക്കായിരുന്നു. അയ്യോ നീലി! പാവം പേടിയോടെ വിളിച്ചതും നീലി നെറ്റി പൊത്തി പിടിച്ചു. അതിൽ നിന്നും രക്തം അവളുടെ പൊത്തിപ്പിടിച്ച കൈകളിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഒന്ന് ശബ്ദം പോലും ഉണ്ടാക്കാനാവാതെ അവൾ വേദനയോടെ നിന്ന് വേദനിക്കുമ്പോൾ ബാമ പേടിച്ച് ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് ആ പയ്യനും അശ്വിനും ഭയക്ക് നിർത്തി. ഞെട്ടലോടെ അവളെ നോക്കി. തല്ല് നിർത്തിക്കാൻ വേണ്ടി ഓടി വന്ന സാറുമാരുടെ കൂട്ടത്തിലുള്ള ശ്രീകാന്ത് ഇത് കണ്ട് ഞെട്ടി. നീലി! അവൻ ഞെട്ടലോടെ ഓടി വന്നു അവളുടെ അടുത്തേക്കിരുന്നു. ഒത്തിരി രക്തം പോയി നീലി തളരാൻ തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങുമ്പോൾ ശ്രീകാന്തിനെയായിരുന്നു നീലി കണ്ടത്. അവൾ തളർന്നു വീണതും അവൻ അവളെ പെട്ടെന്ന് കോരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെ അവൾ അവൻ്റെ കയ്യിൽ കിടന്നു. അവൻ പെട്ടെന്ന് അവളെയും എടുത്ത് അവിടെ നിന്നും ഓടി. ബാമയുമുണ്ട് കൂടെ. കുട്ടികളെല്ലാം ഞെട്ടലോടെ നിന്നു. അത് കണ്ടതും ഒരു കുട്ടി, ശ്രീകാന്ത് സാറിന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയായിരുന്നു അത്. ഓ, ആ കലിപ്പൻ സാറിന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയോ? അവിടെ കൂട്ടം കൂടി നിന്നിരുന്ന കുട്ടികളുടെ ഇടയിൽ ഇതങ്ങ് പടർന്ന് കയറി.